വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ വിസ്മയ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം അല്ലേ? എനിക്ക് അത്ര നല്ല സുഖമൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ആഴ്ചയിൽ. മൊത്തത്തിൽ കിള്ളിപ്പോയ ഒരു അവസ്ഥയായിരുന്നു. കാരണം നല്ല പനി ഉണ്ടായിരുന്നു. പനി, ജലദോഷം അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഇന്നാണെങ്കിലും ഞാൻ ഓർത്തില്ല. എനിക്കിങ്ങനെ വീഡിയോ എടുക്കാത്തതുകൊണ്ട് ആകെ മൊത്തത്തിൽ പ്രശ്നമായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും പറ്റി. അപ്പോൾ വേഗം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. എനിക്ക് അങ്ങനെ പിമ്പിൾസ് ഒന്നും വരില്ലാത്ത, അല്ലെങ്കിൽ അധികമൊന്നും അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ വലിയ പിമ്പിൾസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിലും കുറേ പെട്ടെന്ന് ഒരു ദിവസം ഒരു 10-20 ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വലിയതായിട്ട് ഇങ്ങനെ കുറേ വന്നു. അതെന്തുകൊണ്ടാണ് പിമ്പിൾസ് വന്നതെന്ന് എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ എഗ്ഗ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓയിലി ഫുഡ് കുറേയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അങ്ങനെ വരുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഓർത്തിട്ട് ഞാൻ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും സാധാരണ കഴിക്കുന്നതെല്ലാം കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താണ് അങ്ങനെ പിമ്പിൾസ് വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിമ്പിൾസ് വന്ന് അതൊക്കെ മാറ്റിയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ റീസൺ അല്ലെങ്കിൽ അത് മാറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ വഴി എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിലാണെങ്കിൽ മീഷോ ഹോളാണ് കേട്ടോ. അതും കുറച്ചധികം നമുക്ക് കുർത്താസും അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കുർത്ത സെറ്റ് വന്നിട്ട് ഇത് കുറച്ച് ഇങ്ങനെ പാർട്ടി വെയർ പോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിലാണെങ്കിൽ യോക്ക് ഏരിയയിൽ നല്ല എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. അതും ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെമൺ യെല്ലോ കളറാണ്. അതേ കളറും പിന്നെ വൈറ്റും അതുപോലെ സിൽവർ സീക്വൻസ് വർക്കുമാണ് ഈ നമ്മുടെ യോക്ക് ഏരിയ ഫുള്ളായിട്ട് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ സ്റ്റിച്ചിങ് ഒക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്തിയാണ്, അതുപോലെ തന്നെ നല്ല ഫ്ലെയർഡും ആണ് കേട്ടോ. അത് കണ്ടില്ല, നല്ല ഫ്ലെയർഡാണ്. നമുക്കിങ്ങനെ ഏലൈൻ സ്റ്റിച്ചാണ്, സ്ലിറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ ഇതുപോലെ. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലെയർഡ്, നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഇതിൽ ലൈനിങ് നമുക്ക് ടോപ്പ് ടു ബോട്ടം തന്നെ ലൈനിങ് വരുന്നുണ്ട്. ലൈനിങ് വന്നിട്ട് ഒരു പോളിസ്റ്റർ ഫാബ്രിക്കിലാണ് കേട്ടോ ലൈനിങ് വരുന്നത്. ഫാബ്രിക് വന്നിട്ട് ഇതുപോലെയാണ്, കണ്ടില്ലേ? ഇങ്ങനെയാണ് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട്. പിന്നത്തെ ഞാൻ വാങ്ങിക്കുന്ന സൈസ് വന്നിട്ട് സ്മോൾ ആണ്, പക്ഷേ XXL വരെ നമുക്ക് സൈസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. പിന്നെ സ്ലീവ് വന്നിട്ട് സാധാ സ്ലീവാണ് കേട്ടോ, നല്ല ലെങ്തി ആയിട്ട്. ഇവിടെ 3/4 സ്ലീവാണ്, പക്ഷെ സ്ലീവിൻ്റെ ഒന്നും വരുന്നില്ല കേട്ടോ. ഇങ്ങനെ സാധാ സിമ്പിളായിട്ടുള്ളൊരു കുർത്തയാണ് വരുന്നത്. ബാക്കിൽ ഇങ്ങനെ തന്നെ, വേറെ പ്രിൻ്റൊന്നും വരുന്നില്ല. നമ്മൾ ഈ യോക്ക് ഏരിയയിൽ ഈ ഒരു ഡിസൈൻ മാത്രമാണ് വരുന്നത്. പിന്നെ ബോട്ടം വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ഇതൊരു ഷിഫോൺ ഫാബ്രിക്കാണ് നമ്മുടെ കുർത്തേൻ്റെ പറഞ്ഞേക്കണത്. പക്ഷേ ബോട്ടത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റയോൺ അല്ലെങ്കിൽ ഒരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള, അത് മാത്രമല്ല നല്ല പോലെ വ്യത്യാസമുണ്ട്. ഇത് കണ്ടില്ല, ഇത് എനിക്ക് മാത്രമാണോ ഇങ്ങനെ കിട്ടിയത് അതോ ഇങ്ങനെയാണോ ഇതിൻ്റെ സെറ്റ് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നല്ല കളർ വ്യത്യാസമുണ്ട്. ഇതൊരു കുറച്ചുകൂടെ യെല്ലോ ഷെയ്ഡ് കൂടുതലും ഇതിൽ കുറച്ചുകൂടെ ഗ്രീൻ ഷെയ്ഡ് കൂടുതലും ആയിട്ടുള്ള ഉണ്ടല്ലേ. ഇത്രയും വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് കുർത്തേൻ്റെ, ഇതാണ് ബോട്ടത്തിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഫുള്ളി എലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധാ സ്ട്രെയിറ്റ് ബോട്ടാണ് വരുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെ സീത്രൂ ഒന്നും അല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ ഒരു സെപ്പറേറ്റ് പാക്കിങ്ങിലാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നത് കേട്ടോ. ദുപ്പട്ട പക്ഷേ നല്ലതാണ്. നമ്മുടെ കുർത്തേൻ്റെ അതേ ഫാബ്രിക്കിൽ തന്നെ വരുന്ന അതേ എംബ്രോയിഡറി വർക്ക് ഇത് ഫുള്ളുണ്ട്. നല്ല അതായത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരുപാട് വലുതൊന്നുമല്ല. ഇത്രയാണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് വരുന്നുള്ളൂ. ഇത്ര മതിയല്ലോ, നമ്മളിങ്ങനെയല്ലേ ഇടുന്നത്. പിന്നെ നല്ല സുഖമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് വീഴുക അങ്ങനെയൊന്നുമില്ല. നല്ല രസമുള്ള ഇങ്ങനെ ഒഴുകി നമ്മുടെ ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്, സ്കാലപ്പ് വർക്കാണ് വരുന്നത്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 961 ആണ്. 961 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഷിഫോൺ ഫാബ്രിക് ആണ് വരുന്നത്. ഇത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാം. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.
അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഹോൾ പാക്ക് ഉണ്ടാകും. എന്തെങ്കിലും ലിങ്ക് ചോദിച്ചാലും ലിങ്ക് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ എല്ലാവർക്കും ഇട്ട് തന്നേക്കാം കേട്ടോ. അപ്പം നമ്മുടെ സെക്കൻഡ് കുർത്ത സെറ്റ് വന്നിട്ട് ഇതെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. കാരണം ഇത് മീഷോയിൽ മാത്രമല്ല, ഞാൻ വേറെ ഏതൊക്കെയോ സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു കുർത്ത സെറ്റാണ് കേട്ടോ ഇത്. ചിലപ്പോൾ നിങ്ങളൊക്കെ വാങ്ങിയിട്ടും ഉണ്ടാകും. ഞാൻ എന്തായാലും കുറച്ച് നാളായിട്ട് കാർട്ടിൽ ഇട്ടിട്ട് ഇന്നാണ് വാങ്ങാൻ പറ്റിയത്. ഇത് ഞാൻ വാങ്ങിയേക്കണം ഓഫ് വൈറ്റ് ആണ്, പക്ഷേ അതിൽ പിങ്കും പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡുകളാണ് കേട്ടോ. ഒന്നും ഡാർക്ക് കണ്ടില്ല. ലൈറ്റ് പിങ്ക്, ലൈറ്റ് ബ്ലൂ ഒക്കെയാണ് കണ്ടേക്കുന്നത്. ഇത് നല്ല ഭംഗിയുണ്ട്, ഓഫ് വൈറ്റ് ആണ് കേട്ടോ. ഇത് നമുക്കാണെങ്കിൽ ഒരു പാർട്ടിക്കൊക്കെ അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു വി നെക്കാണ് കേട്ടോ. അതിൻ്റെ ഈ സൈഡിൽ കൂടെയുള്ള എംബ്രോയിഡറി ആണ്, സോറി നമ്മുടെ ലേസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ലേസാണ്. കുറച്ചിങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുന്ന ലേസാണ് കേട്ടോ. നല്ല നമ്മളിങ്ങനെ വിചാരിക്കുന്നതിനേക്കാളും നല്ലൊരു കുർത്ത സെറ്റാണിത്. കണ്ടില്ലേ, ഇങ്ങനെ ഇവിടേക്കാണെങ്കിൽ സ്കാലപ്പ് വർക്ക് ഗോൾഡൻ ത്രെഡിലാണ് വന്നേക്കുന്നത്. അതും നല്ല ഇങ്ങനെ കട്ടിയുള്ളൊരു ലേസാണ് കേട്ടോ. പിന്നെ നന്നായിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കണത്. പിന്നെ ഞാനാണെങ്കിൽ വാങ്ങിയേക്കണ സൈസ് വന്നിട്ട് സ്മോൾ സൈസാണ്. സ്മോൾ മാത്രമല്ല XXL വരെ അവൈലബിൾ ആണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ലൈനിങ് ഇത് മൊത്തത്തിൽ ഇതൊരു ഏലയും കട്ടാണ്. ഇതില്ലെങ്കിൽ സ്റ്റിച്ച് സോറി നമ്മുടെ സ്ലിറ്റ് സൈഡിൽ വരുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ചത് സ്ലിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഡ്രസ്സ് പോലെ ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണെങ്കിൽ ഇതിങ്ങനെ നമ്മുടെ ചുരിദാറൊക്കെ പോലെ സ്ലിറ്റൊക്കെ വരുന്നുണ്ട്. നമുക്ക് വേറെ ഡിസൈൻ ഒന്നുമില്ല. ഇത് ഓവറോൾ ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഈ ഇങ്ങനെ ഒരു ഗോൾഡൻ വർക്ക് വരുന്നതാണ് മൊത്തത്തിൽ, ബാക്കും ഫ്രണ്ട് എല്ലാം അങ്ങനെയാണ് വരുന്നത്. പിന്നെ സീ ത്രൂ അല്ല, ഇതിൽ നല്ല ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. അതെ, ഇതാണ് ലൈനിങ് വന്നേക്കുന്നത്. സോറി, ഫാബ്രിക് കാണിച്ചതല്ലേ. ഫാബ്രിക് ഇതുപോലെ, ഇതാണ് ഫാബ്രിക് വന്നിട്ട്. ഇതിങ്ങനെ ഭയങ്കര നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണെന്നൊന്നും പറയാനില്ല, പക്ഷെ മോശമല്ല, നല്ലത് തന്നെയാണ്. നമ്മളിത് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും. നന്നായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് മെഷീൻ വാഷ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഏതൊരു ഡ്രസ്സ് എടുത്താലും നമ്മളൊരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വാഷ് നമ്മൾ കൈകൊണ്ട് അലക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കെയർഫുൾ ആവുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ സോറി ബോട്ടം വന്നിട്ട് ഇതാണെങ്കിൽ ഒരു പോളിസ്റ്റർ ബോട്ടമാണ് കേട്ടോ. പോളിസ്റ്ററാണ് വരുന്നത്, ശരിക്കും ഓഫ് വൈറ്റ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിൻ്റെ ആണെങ്കിൽ ഫ്രണ്ടിൽ ഇതുപോലെ വെറുതെ ഇങ്ങനെ ഒരു എന്താ പറയുക, പടി എന്നല്ല പറയാം. ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. പിന്നെ ഇതിൽ വേറെ ഇത് പോക്കറ്റൊന്നും വരത്തില്ല കേട്ടോ. രണ്ട് സൈഡിലും പോക്കറ്റൊന്നുമില്ല. സിമ്പിളായിട്ടുള്ളൊരു ബോട്ടാണ് വരുന്നത്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് നെറ്റാണ് കേട്ടോ. നെറ്റിൻ്റെ ഫുള്ള് ചില ബോർഡറിന് നിറയെ ഇതുപോലത്തെ ലേസ് വർക്കാണ് വരുന്നത്, കണ്ടില്ലേ. പക്ഷെ ഇതുണ്ടല്ലോ, ഈ നെറ്റ് നല്ല ക്വാളിറ്റിയിൽ തന്നെ വരുന്ന നെറ്റാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഇങ്ങനെ നീളമൊന്നുമില്ല. ഇത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഇങ്ങനെ ഒരു ദുപ്പട്ടയായിട്ട് ജസ്റ്റ് ഇടാം എന്നുള്ളതല്ലാതെ വേറെ പർപ്പസ് ഒന്നും ഇല്ല കേട്ടോ. എന്തായാലും ഇത് ഞാൻ വാങ്ങിയതിൻ്റെ മെയിൻ ഉദ്ദേശം, ഒത്തിരി പേര് വാങ്ങുന്നുണ്ട്. സോ ഇതെങ്ങനെ വെർത്താണോ അല്ലെങ്കിൽ ഇത് ഇടാൻ പറ്റുമോ, ഇത് എന്തുകൊണ്ട് ഇത് ഇത്രയും ആൾക്കാർ വാങ്ങുന്നു എന്നൊക്കെ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനിത് വാങ്ങിയത്. പക്ഷേ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല വെർത്തി ആയിട്ടുള്ള, നമ്മൾ കൊടുക്കുന്ന റേറ്റിന് എന്തുകൊണ്ടും നമുക്ക് വെർത്തി ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണിത്. ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ 776 ആണ്. 776 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. ആ ഒരു റേറ്റിൽ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവട്ടോ ഇത്. സോ നമ്മുടെ തേർഡ് വൺ വന്നിട്ട് ഇതും അത്യാവശ്യം ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇത് ഞാൻ കുറേ നാൾ കൊണ്ട് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ്, നല്ലതാണോ എന്നൊക്കെ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങാതെ ഇരുന്നതാണ് കേട്ടോ. ഇത് ഫുള്ളും, അതായത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. ഇതാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ട വീഡിയോ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. ഇതാണ് ഇതിൻ്റെ കുർത്ത. അതായത് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു
ബോട്ടം. എന്നിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലീവ് നമുക്ക് ഫുൾ സ്ലീവ് വന്നിട്ട് ഇത്രയും വീതിക്ക് ഇങ്ങനെ ഗോൾഡൻ വർക്കാണ്. ഇത് ഞാൻ മോശമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇത് വാങ്ങാൻ ലേറ്റ് ആയത്. പക്ഷേ ഇത് നല്ല എംബ്രോയിഡറി, അതായത് നല്ല ത്രെഡൊക്കെ വന്നിട്ട് നല്ല നീറ്റായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ, മോശമല്ല. അതുപോലെ ഇത് പ്രിൻ്റ് ഒന്നുമല്ല. ഞാൻ ശരിക്കും കാണിച്ചു തരാം. കണ്ടില്ലേ, അതായത് സ്വീക്വൻസ് വർക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു കുർത്ത സെറ്റാണിത്. ഇത് ശരിക്കും പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കുർത്ത. പിന്നെ ഇതിൻ്റെ ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒരു കളറും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളൊരു പാർട്ടി വെയർ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു കുർത്തയാണ്. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ വാങ്ങിയേണ്ട സ്മോൾ സൈസാണ്. പിന്നെ ഇതിൻ്റെ നെക്കാണെങ്കിലും കുറച്ചിങ്ങനെ കയറിയിട്ടുള്ള ഒരു നെക്കാണ് കേട്ടോ. ഇതിൽ വേറെ ഡിസൈനോ പ്രിൻ്റോ ഒന്നും വരുന്നില്ല, ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ലൈനിങ് വന്നിട്ട് ഈ ഒരു ഭാഗം വരെയാണ് ലൈനിങ് വരുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് ലൈനിങ് ഇല്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇതിൻ്റെ ബോട്ടം ഒരു പോളിസ്റ്റർ പോലത്തെ, പോളിസ്റ്റർ അല്ല പക്ഷെ നല്ല ഫാബ്രിക്കാണ് കേട്ടോ വരുന്നത്. ഇത് ഷിഫോണാണ്. ഇതാണ് അതായത് കുർത്തേൻ്റെ ഫാബ്രിക് വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ, ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഷിഫോൺ ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. പക്ഷെ ബോട്ടത്തിൻ്റെ വരുമ്പോൾ തന്നെ കുറച്ചുകൂടെ ഒരു പോളിസ്റ്റർ പോലത്തെ പക്ഷെ നല്ല ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഫാബ്രിക് വന്നിട്ട്. ഇതാണെങ്കിലും ഇങ്ങനെ ഫ്രണ്ടിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണെങ്കിൽ ബാക്കിലാണ് എലാസ്റ്റിക് വന്നേക്കുന്നത്. പിന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടം പലാസോ പാൻസാണ് വരുന്നത്. അതിൽ നമുക്ക് ഇതുപോലെ എംബ്രോയിഡറി നമ്മുടെ സെയിം നമ്മൾ കുർത്തേൻ്റെ സ്ലീവിൽ കണ്ട സെയിം എംബ്രോയിഡറി വർക്ക് തന്നെ നമ്മുടെ ഇതിൻ്റെ പാൻസിന് അടിയിൽ വന്നിട്ടുണ്ട്. സോ നല്ല രസമുണ്ടാവും. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നല്ല ഭംഗിയില്ലേ. പിന്നെ ഞാൻ ഇട്ട വീഡിയോയിലാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് വന്നിട്ട് നമ്മുടെ ഈ ദുപ്പട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതിൽ നിന്ന് നമ്മുടെ ഈ നെക്ക് ഏരിയയിൽ കറക്റ്റ് ഈ ഒരു നമ്മുടെ സ്ലീവിലും പാൻസിലും വന്നേക്കുന്ന ആ എംബ്രോയിഡറി വർക്ക് കറക്റ്റ് നമ്മുടെ നെക്കിൽ വരും. അതായത് ഇങ്ങനെയാണ് ഇതിങ്ങനെ വന്നേക്കണേ. ഈവൻ നമ്മളിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഡാൻസും അല്ലെങ്കിൽ ഈ റിസപ്ഷൻ അല്ലെങ്കിൽ വെഡ്ഡിങ്ങിനൊക്കെ നമ്മൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസപ്ഷൻ ആയിരിക്കും. അതുപോലെ നമ്മൾ കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഡാൻസിനൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. നല്ല അങ്ങനത്തെ ഒരു ഡ്രസ്സാണിത്. പലാസോ പാൻസ് ആണ്. അതുപോലെ തന്നെ ഷോൾ ദുപ്പട്ടയൊക്കെ ആണെങ്കിൽ ഇത്തിരി ഇങ്ങനെ വെറൈറ്റി നല്ല രസമുള്ള നല്ല ഫാബ്രിക്കും. അതെല്ലാം നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സുഖമുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നമുക്കിങ്ങനെ ഇട്ട് ഭയങ്കര ഹെവി ഫീലൊന്നും തരാത്ത ഫാബ്രിക്കുമാണ് ഇതിൽ വന്നേക്കുന്നത്. സോ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് വാങ്ങേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഇത് സൈസ് ആണെങ്കിൽ XXL വരെ, സ്മോൾ തൊട്ട് XXL വരെ സൈസും ഉണ്ട്. സോ ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ വേഗം വാങ്ങിക്കോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 562 562 രൂപയ്ക്ക് ഈ ഒരു ഡ്രസ്സ് എന്തായാലും വർത്തിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേഗം തന്നെ വാങ്ങിക്കുള്ളൂ കേട്ടോ. ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ, ബ്ലാക്കും ഗോൾഡനും കോമ്പിനേഷനാണ്. ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ്. ഇത് പക്ഷേ ഇങ്ങനെ ഒരു പാർട്ടി വെയർ ആയിട്ട് മാത്രം ഇടുന്നതല്ല, നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് ഇപ്പോൾ കോളേജിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഇതിൻ്റെ യോക്ക് ഏരിയയിൽ നമുക്ക് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിൽ സ്വീക്വൻസ് വർക്കാണ് വന്നേക്കുന്നത് കേട്ടോ, യോക്ക് ഏരിയയിൽ മാത്രം. കണ്ടില്ലേ, ഇതുപോലെയാണ്. ഇത് കോട്ടൺ ആണ് കേട്ടോ. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ യോക്ക് ഏരിയ. കണ്ടില്ലേ, ഈ ഇവിടെ അതായത് യോക്ക് ഏരിയയിൽ ഈ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രിൻ്റാണ്, ഈ വൈറ്റ് പ്രിൻ്റാണ് കേട്ടോ. നമ്മുടെ സ്ലീവിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ സാധാ സ്ലീവാണ്. ഇതിൽ മൊത്തത്തിൽ ഇങ്ങനെ പ്രിൻ്റ് വന്നേക്കുക. അതുപോലെ തന്നെ ബാക്കിലും ഇതുപോലെ തന്നെ ഈ വൈറ്റ് പ്രിൻ്റാണ് വരുന്നത്. പിന്നെ ഇതിങ്ങനെ സ്ലിറ്റ് ഇല്ല കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ച കുർത്ത സെറ്റ് പോലെ തന്നെ സെയിം സ്റ്റിച്ചിങ് ആണ്, അതേപോലെ തന്നെ ഡിസൈനാണ്. വൈറ്റ് പ്രിൻ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ താഴേട്ട് വന്നിട്ട് ഈ രണ്ട് വശത്തും നമ്മുടെ ഈ കുർത്തേൻ്റെ രണ്ട് വശത്തും പ്രിൻ്റാണ് വരുന്നത് കേട്ടോ. ഈ ഒരു പ്രിൻ്റാണ് വരുന്നത്. ഒരു വെറൈറ്റി ഡിസൈനാണ്. ഞാൻ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇതെങ്ങനെ കിടക്കണമെന്ന്. ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഇതിൽ ഇതില്ല കേട്ടോ, ലൈനിങ് ഒന്നുമില്ല. ഈ ഫ്രണ്ടിൽ
ഇതുപോലെ ഇച്ചിരി കട്ടി, അതായത് യോക്കേരിയയിൽ ആ ഒരു എംബ്രോയിഡറി വരുന്നതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് കട്ടിയുണ്ട്. അതല്ലാതെ ലൈനിങ് ഒന്നുമില്ല. പക്ഷെ സീത്രൂ അല്ല കേട്ടോ, സീത്രൂ ഒന്നുമല്ല. അടിയിൽ സ്ലിപ്പൊന്നും ഇട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ സെയിം ഫാബ്രിക്കിൽ തന്നെ സെയിം കളറിൽ വേറെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും വരാത്ത ഒരു ബോട്ടാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വരുന്നത്. നമുക്കറിയാം സ്ലിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പോക്കറ്റൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് സെയിം നല്ല കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത്. സെയിം പ്രിൻ്റ് തന്നെ, അതായത് നമ്മുടെ ഈ സൈഡിലൊക്കെ വരുന്ന വൈറ്റ് പ്രിൻ്റ് ഉണ്ടല്ലോ, അതേ ആ പ്രിൻ്റ് തന്നെയാണ് ഇതിൽ ദുപ്പട്ടയിൽ ഫുൾ ബോഡി വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. നല്ല നൈസാണ്, ഇടാൻ നല്ല സുഖമാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല കോട്ടൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇടാൻ നല്ല സുഖമുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ വേറെ കളറൊന്നും അവൈലബിൾ അല്ല. ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഷെയ്ഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണല്ലോ. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ സൈസ് ആണെങ്കിൽ സ്മോൾ തൊട്ട് XXL വരെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കോഡ് വേണമെങ്കിൽ പറയാം, 48705119 ആണ് ഇതിൻ്റെ കോഡ് വന്നിട്ട്. എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 616 ആണ്. 616 രൂപയ്ക്ക് എന്തായാലും നമുക്കിത് വർത്തി ആയിട്ടുള്ളതാണ്. കാരണം നമുക്ക് ഓഫീസ് വെയർ ആണെങ്കിലും അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു കുർത്ത സെറ്റാണ്. അടുത്തെന്ന് പറഞ്ഞാൽ കുർത്ത അല്ല കേട്ടോ, ഇതൊരു ഡ്രസ്സാണ്. നമുക്ക് നോർമൽ ഇപ്പോൾ കോളേജിലൊക്കെ ആണെങ്കിലും ഓഫീസിലൊക്കെ ആണെങ്കിലും ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു മൾട്ടി കളറ് ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഞാനിങ്ങനെ ബോഡി ഫുള്ളായിട്ട്, അതായത് സോറി ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ എലാസ്റ്റിക്, അതായത് ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്ന പോലത്തെ ഡ്രസ്സുകൾ നമ്മൾ പൊതുവേ വാങ്ങാറില്ല. പക്ഷേ ഇതെനിക്ക് കണ്ടപ്പോൾ ഒരു രസം തോന്നിയിട്ട് ഞാൻ വാങ്ങി തന്നെ കേട്ടോ. ഇതിൻ്റെ നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്കാണ്, ഇങ്ങനെ വരും. ബാക്കി ഫുള്ളും നമുക്കിങ്ങനെ എലാസ്റ്റിക്കാണ്, ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതിൽ അത്യാവശ്യം ഫ്ലെയർഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇത് നല്ല സുഖം ഇടാനായിട്ട്. എന്നിട്ട് ഞാൻ വാങ്ങിക്കുന്ന സ്മോൾ സൈസാണ്, പക്ഷെ സ്മോൾ തൊട്ട് XXL വരെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതാണേലും 5 വേറെ ഡിസൈൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഡിസൈൻ മാത്രമല്ല, ഇതുപോലത്തെ തന്നെ 5 ഇതുപോലെ തന്നെ ഉള്ളത് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ കോഡ് വന്നിട്ട് 45681438 ആണ് ഇതിൻ്റെ കോഡ് വന്നിട്ട്. ഇതിൻ്റെ റേറ്റ് ആണ് 368, 368 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്. ഇത് ശരിക്കും നമുക്ക് ഓഫീസിലൊക്കെ ഡെയിലി വെയറൊക്കെ ആയിട്ട് ഇടാനായിട്ട് നല്ലതാണ് കേട്ടോ. നല്ല ഫാബ്രിക്കും ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഇത് പോളിസ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും പോവത്തില്ല കേട്ടോ. പിന്നെ എലാസ്റ്റിക് ആണെങ്കിലും ഒന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്ന പോലെയല്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വന്നേക്കുന്നതാണ്. ഇങ്ങനെയാണ് കേട്ടോ ഈ എലാസ്റ്റിക്കിൻ്റെ ഈ ഒരു പാർട്ട് ഇരിക്കുന്നത്. പിന്നെ സ്ലീവൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ട്. നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയാണ്, അതായത് സ്ക്വയർ നെക്കാണ് വരുന്നത്. അവിടെ നിന്ന് കുറച്ച് വൈഡ്, അതായത് കുറച്ച് വീതിയാണ് ഇവിടെ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ച് ചെറിയൊരു പഫൊക്കെ വന്നിട്ട് അടിയിൽ എലാസ്റ്റിക് ഒക്കെ വരുന്ന പോലത്തെ സ്ലീവാണ് ഇതിൻ്റെ വന്നേക്കുന്നത്. ഞാൻ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് ഇത്രയോടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ 368 രൂപയ്ക്ക് ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സല്ല കേട്ടോ, ഇതൊരു കുർത്ത സെറ്റാണ്. ഇതൊരു ലാവൻഡർ ഷെയ്ഡിൽ ഇതുപോലത്തെ ഒരുപാട് ഡ്രസ്സുകൾ നമ്മളിപ്പോൾ ഡ്രസ്സായിട്ടും കുർത്ത സെറ്റൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എലിഫൻറ്റ് പ്രിൻ്റാണ് വരുന്നത്. ഈ വൈറ്റ് കളറ് എലിഫൻറ്റ് പ്രിൻ്റ്. പിന്നെ ഇതിൻ്റെ അല്ലേ ലാവൻഡർ മാത്രമല്ല കേട്ടോ, വേറെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ലാവൻഡർ എടുത്തൊന്നും മാത്രമേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട എടുത്തതാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നെക്ക് വന്നിട്ട് ഇങ്ങനെ കോളേർഡ് നെക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് നല്ല ഫുൾ ലെങ്ത് സ്ലീവ് വന്നിട്ട് ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ ഇങ്ങനെ ഞൊറി വന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു പടിയും വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് സ്ലീവ് വന്നേക്കണത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഇവിടുത്തെ ഈ നെക്കിൻ്റെ ഏരിയ ഇതുപോലത്തെ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 പോക്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിലായിട്ട്
കുറച്ച് താഴെയായിട്ട് 2 പോക്കറ്റ് ഇതുപോലെയാണ്. സാധാരണ നമ്മളിങ്ങനെ സൈഡിലൊക്കെയാണ് പോക്കറ്റ് വരുന്നതെങ്കിൽ ഇതിങ്ങനെ കാണത്തക്ക രീതിയിൽ ഇതിൻ്റെ ഡിസൈനായിട്ടാണ് ഈ ഒരു പോക്കറ്റും അതിൽ തന്നെ എലിഫൻറ്റ് പ്രിൻറ്റും വരുന്നുണ്ട്. ഈ ഫ്രണ്ടിൽ മാത്രം കേട്ടോ എലിഫൻ്റ് ഉള്ളൂ, ബാക്കി ബാക്കിലേക്കൊന്നും എലിഫൻ്റ് ഒന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ കൂടെയാണെങ്കിൽ പിന്നെ ഇത് സ്ലിറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ലൈൻ കട്ട് വരുന്ന ഒരു കുർത്തയാണ് ഇത്. ലൈനിങ് വരുന്നില്ല, പക്ഷെ അങ്ങനെ ഒരുപാട് കട്ടിയുള്ള ഫാബ്രിക് അല്ല, കോട്ടൺ ഫാബ്രിക്കാണ് വരുന്നത്. പക്ഷെ സീ ത്രൂ അല്ല, നിങ്ങൾക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഇടാനായിട്ട് നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് സെയിം ഫാബ്രിക്കിൽ സെയിം കളറിൽ വരുന്ന സാധാ ഒരു ബോട്ടാണ് കേട്ടോ. ഇതിലും വേറെ പോക്കറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല, ഫുള്ളി എലാസ്റ്റിക്കേറ്റഡ് ആണ് വരുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടം വെയറാണ് കേട്ടോ ഇത്. സോ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ ഒരുപാട് റേറ്റ് ഒന്നുമില്ല, 576 ആണ്. 576 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. ഇതിൻ്റെ സൈസ് വന്നിട്ട് ഞാൻ വാങ്ങിക്കണ മീഡിയം സൈസാണ്. മീഡിയം എന്ന് പറഞ്ഞാൽ ഇതിൽ 38 എഴുതിയേക്കണം, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ലൂസാണ് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളാണ്. പോളിസ്റ്റർ ഫാബ്രിക്കിൽ വരുന്ന ഇതുപോലത്തെ ഫുൾ ബോഡി ഇതുപോലെ പ്രിൻ്റ് വരുന്ന ഒരു സിമ്പിൾ ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ നെക്കാണെങ്കിൽ ഞാനിപ്പോൾ ഇട്ടേ പോലത്തെ തന്നെ നെക്കാണ്. ഇങ്ങനെ വി വന്നിട്ട് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ പോലെ ജസ്റ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ, ഇങ്ങനെ ഇവിടെ ഒന്ന് പോവാതിരിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള സ്ലീവ്, അതായത് ഫുൾ സ്ലീവ് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിൽ എലാസ്റ്റിക് ആണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഇതുപോലെ തന്നെ എലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ, എലാസ്റ്റിക് വരുന്നുണ്ട്, ഇതുപോലെ വരുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല സ്ട്രെച്ചബിളായിട്ട്, ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുന്ന പോലത്തെ എലാസ്റ്റിക് അല്ല കേട്ടോ. സോ പിന്നെ ഇതാണേലും പോളിസ്റ്റർ ആണ് വരുന്നത്, സീ ത്രൂ അല്ല. നിങ്ങൾക്ക് ഓഫീസ് വെയർ അല്ലെങ്കിൽ കോളേജ് വെയർ ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റും. കാരണം ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ ഇപ്പോൾ കളർ ഫെയ്ഡ് ആവുമെന്നോ അല്ലെങ്കിൽ ഇതിപ്പോൾ 2 വാഷ് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരുന്നോ അങ്ങനെയൊന്നുമില്ല, ചുരുങ്ങത്തോ അങ്ങനെയൊന്നുമില്ല. ഇതെങ്ങനെയാണ് ഈ ഫാബ്രിക് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇത് എത്ര വാഷ് കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ ഇരിക്കും, പ്രിൻ്റ് ഒന്നും പോകത്തില്ല. സോ ഇതിൻ്റെ സൈസ് ഞാൻ വാങ്ങിയേക്കണത് സ്മോൾ സൈസ് തന്നെയാണ് കേട്ടോ. സ്മോൾ സൈസ് എനിക്ക് കറക്റ്റാണ്. ഇത് ഞാൻ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 394 ആണ് കേട്ടോ. 394 രൂപയ്ക്കാണ് ഈ ഒരു ഡ്രസ്സ് കിട്ടുന്നത്. ആ ഒരു റേറ്റിനുള്ളതുണ്ട് എന്തായാലും. സോ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങാം കേട്ടോ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും. മീഷോയിൽ നിന്നാണ്, മീഷോയിലെ ആരാധകരാണ് നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ മീഷോയിൽ നിന്നാണ്. എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ, അധികം റേറ്റ് ഒന്നും ഇല്ല ഇപ്പോൾ കാണിച്ചില്ല. എല്ലാം തന്നെ 1000-ന് താഴെയാണ്. അത് 300-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റും. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, കാരണം എല്ലാം നല്ലതായിരുന്നു. സോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.